അയാൾ എന്തൊക്കെ വേഷം കെട്ടിയാലും പെണ്ണിനെ വിട്ടുകൊടുക്കില്ല. ഗർഭിണിയായ അർച്ചനയെ മുന്നിൽ നിർത്തി വിശ്വനാഥനിൽ നിന്ന് പണം വാങ്ങാമെന്ന ചിന്തയുമായി രാജപ്പൻ. പിന്നെ കുഞ്ഞിനെ വച്ച അടുത്ത കളി. കുഞ്ഞിന്റെ പ്രസവമല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് താൻ ആലോചിക്കുന്നില്ല എന്ന് അർച്ചന. ഇതുവരെയുള്ള അച്ചുവച്ചിയുടെ ജീവിതം പോലെയല്ല ഇനി അങ്ങോട്ട്. നിങ്ങൾ എന്താലോചിച്ചാലും തീരുമാനം എന്റേതാണ്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ തരാമെന്ന രാജപ്പന്റെ വാക്കുകൾ അനുസരിക്കേണ്ടി വരുന്ന വിശ്വനാഥൻ. രാത്രി മഴ തുടരുന്നു. വിശ്വനാഥൻ ജീവിതത്തിൽ ആദ്യമായി ഒരുത്തന്റെ മുമ്പിൽ തല ഉനിച്ചു. അതും ഒരു ലോറി ഡ്രൈവറുടെ മുമ്പിൽ. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് തരാമെന്ന് രാജപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. അയാളത് പാലിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞിനെ എന്ത് ചെയ്യാനാ വിശ്വന്റെ തീരുമാനം? അതിന് നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ. ഒരു കാരണവശാലും ആ കുഞ്ഞ് കൈവിട്ടു പോവരുത്. അതെന്റെ മകന്റെ കുഞ്ഞാ. അതിന്റെ വിധി മറ്റൊന്നായ സഹിക്കില്ല ഞാൻ. ആ കുഞ്ഞ് തെരുവി വളരേണ്ടതല്ല. ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് ഞാനായിരിക്കും. എന്റെ കൈ കിട്ടണം. അതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ മറച്ചു വെച്ച് എന്തെങ്കിലും കള്ളക്കളി നടത്തിയാ നമ്മൾ തമ്മിലുള്ള വിശ്വാസവഞ്ചനയായിരിക്കും അത്. എന്ത് കള്ളക്കളി ഞങ്ങൾ നടത്തുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയന്തിയോട് ഇത് പറയൂ. നമുക്ക് ആ കുഞ്ഞിനെ ഏതെങ്കിലും നല്ല ഓർഫനേജിൽ ഏൽപ്പിക്കണം. കുഞ്ഞ് നമ്മുടെ കൺവട്ടത്ത് വളരണം. അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നല്ല വിദ്യാഭ്യാസം നൽകണം. സമൂഹത്തിൽ ഒരു തരത്തിലും ആ കുഞ്ഞ് തഴയപ്പെട്ടു പോകാൻ പാടില്ല. ഒരു അനാഥ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് നമ്മൾ ഏറ്റെടുത്തെന്ന് വേണം സുധി ഉൾപ്പെടെ എല്ലാരും അറിയാൻ. ചതിക്കല്ലേ വിശ്വട്ട എന്നെ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജയന്തിയുടെ തീരുമാനം പോലെ എല്ലാം നടക്കട്ടെ. എന്തൊരു വിധിയാ ഈശ്വര ഇത്. വിധി നമ്മോട് എന്ത് ക്രൂരത കാണിച്ചെന്ന് ജയന്തി പറയുന്നേ. ഓരോ സമയത്തും ദൈവം നമ്മുടെ കൂടെ നിന്നില്ലേ? സുധിക്ക് ഏറ്റവും നല്ല ബന്ധം കിട്ടി. അവൻ പഴയ ബന്ധം മറന്നു. അവളുടെ പ്രസവം ഇനി കുഴപ്പമൊന്നും കൂടാതെ നടന്നു കിട്ടാനാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നടരാജൻ വാ. എനിക്കൊന്നും കേൾക്കണ്ട. പെണ്ണിനെയും കൊണ്ടേ ഞാൻ അവിടുന്ന് പോകും. രാഘവ, ഞാൻ പറയുന്ന കേട്ടോ. താൻ എന്നെ ഒരു പെണ്ണെ കാണിച്ച് കൊരങ്ങളിപ്പിക്കണോ? കളിക്കുന്ന ആരോടാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി തരാടോ. ചേട്ടാ വേണ്ട. ഉടുക്കൂട്ടി പേടിപ്പിക്കുന്നോടാ. നീ കണ്ട കളറിയേക്കാൾ കൂടുതൽ കണ്ടവനാടാ രായപ്പൻ. നിങ്ങൾ തമ്മിൽ തല്ലിട്ട് എന്താ കാര്യം? പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇനി പറഞ്ഞു തീർക്കാൻ എന്താ ഉള്ളത്? രാഘവ, ഞാനാ നിന്നോട് പറയുന്നത്. നിനക്ക് പെണ്ണെ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. രായപ്പാ, നിന്റെ അനുവാദം വേണ്ട എനിക്ക് അവളെ കൊണ്ടുപോവാൻ. കൊണ്ടുപോയിരിക്കും ഞാൻ. എന്നാ നീ ചെല്ലടാ. റോസ്മലിന്ന് ജീവനോടെ നീ പോലടാ. നീ എന്താ കരുതിയേ? രാജപ്പന്റെ മുട്ടു പറിക്കുന്നോ? രാജപ്പന്റെ ശരിക്കുള്ള മുഖം നീ കണ്ടില്ലടാ. കൊണ്ടും കൊടുത്തും തന്നെയാടാ ഞാൻ ലോറിക്കാരൻ രാജപ്പനായത്. നോക്കാടാ. വേണ്ട, രായപ്പച്ചേട്ടൻ നിന്നെ പറ്റിച്ചിട്ടില്ല. പെണ്ണെ നിനക്ക് തരാൻ ഇപ്പോഴും സമ്മതമാ. പിന്നെ എന്തിനു മടിക്കണം? അവളെ എനിക്ക് എന്നിട്ട് കാശ് വാങ്ങിച്ചോ. മോഹിച്ച ഒന്നിനെയും ഈ ചവള വേണ്ടെന്ന് വെക്കില്ല. റോസ്മലേന്ന് ആ പെണ്ണെ കൊണ്ടുപോകാൻ നിനക്ക് കഴിയില്ല. SPയുടെ ആളുകൾ അവിടെ തങ്ങുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ ആ വീട്ടിലെത്തിയാൽ ആ നിമിഷം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയും. എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലോ? റോസ്മലേന്ന് പുറത്തു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. 10-14 കിലോമീറ്റർ വരും ആര്യങ്കാവിലെത്താൻ. നിനക്ക് അവളെയും കൊണ്ട് മലയിറങ്ങാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നീ ചെല്ലടാ. പറയുന്നത് എന്താണെന്ന് ആദ്യം നീ കേക്ക്. അവൾ ഗർഭിണിയാണെന്ന് അറിയുന്ന മുതൽ വീട് നിരീക്ഷിക്കാൻ ആളുണ്ട്. അവരോട് അറിവോടെയാ അവൾ ആശുപത്രി കൊണ്ടുപോയേ. SP സാർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ. അബോർഷൻ നടക്കരുതെന്ന് അറിഞ്ഞപ്പോ അവളെ വിട്ടുകിട്ടാനാ SP സാർ ആവശ്യപ്പെട്ടെ. നിന്നെ ഓർത്താ ഞാനതിന് വഴങ്ങാതിരുന്നേ. രായപ്പച്ചേട്ടൻ പറയുന്നത് സത്യവാ. നീ അവിടെ എത്തിയ അവളെ അയാളുടെ ആളുകൾ കൊണ്ടുപോകും. അത് വേണോ അതോ 6-7 മാസം വരെ കാത്തിരിക്കണോ? അവർക്ക് ആ കൊച്ചിനെ മാത്രം മതി. പ്രസവം കഴിഞ്ഞ് അവര് കൊച്ചിനെ കൊണ്ടുപോകും. പെണ്ണെ നിനക്കും കൊണ്ടുപോവാ. ഓ,
അപ്പൊ അവളെ വീട്ടിൽ നിർത്തി പ്രസവം എടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഏറിയാൽ 6 മാസം വരെ അവളോട് നിർത്താൻ പറ്റൂ. ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ പറ. 6 മാസം കഴിയുമ്പോ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം. നിങ്ങൾ എന്തു പറയുന്നു? അവളെ മറ്റൊരിടത്ത് താമസിപ്പിക്കുന്നതിലും എനിക്ക് വിശ്വാസമില്ല. അവളെ ഞാൻ നോക്കിക്കോളാം രായപ്പേട്ട. എനിക്കെന്തായാലും 6 മാസം കഴിഞ്ഞ് അവളെ മാറ്റി നിർത്തിയേ പറ്റൂ. നിന്റെ കൂടെ നിർത്തുന്നതിലാ എനിക്കും വിശ്വാസം. അപ്പോ പ്രശ്നം പരിഹരിച്ചല്ലോ. ഒന്നിച്ച് നിൽക്കേണ്ടവർ തമ്മിൽ തല്ലുകയല്ല വേണ്ടത്. ദേ, നിന്റെ ഉറപ്പിന്റെ ബലത്തിലാ ഞാൻ പോകുന്നത്. ഇനി എന്നെ ചതിച്ച രണ്ടിനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. കുത്തി മലർത്തിയിട്ട് ചെവളെ പോവുള്ളൂ. ഒരിടിയും മഴയും തോർന്ന പോലായിപ്പോയി. അവനോട് പറഞ്ഞത് കുറച്ച് കള്ളമാണെങ്കിലും അർച്ചനയും കൂടി ചെവളെ ഇപ്പൊ പോവില്ലായിരുന്നടി. ഞാൻ SP വിളിച്ച് വിവരം പറഞ്ഞേനെ. ഇനിയൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം അർച്ചനെ. മോളെ കുടിക്ക്. ഒരു ഗ്ലാസ് പാല് നിനക്ക് കുടിക്കാൻ വാങ്ങിയതാ. എനിക്ക് വേണ്ട കുഞ്ഞമ്മേ. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. പെറ്റെണീക്കേണ്ടതല്ലേ. ഇപ്പൊ തന്നെ നിന്റെ ആരോഗ്യസ്ഥിതി മോശമാ. ദേഹത്ത് ഒരു തുള്ളി രക്തമില്ല. എന്തിനാ കുഞ്ഞമ്മേ വെറുതെ ചെലവ് കൂട്ടുന്നേ? ഇതൊരു പാഴ്ചെലവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എടുത്തു കുടിക്കണേ. ആരോഗ്യത്തോടെ പ്രസവിച്ച് എണീക്കാനുള്ളതല്ലേ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ കണ്ണു വെട്ടിച്ച് പരിചരിക്കയില്ലേ? എന്താ പാല് മാത്രം ആക്കിയേ? കുറച്ച് ഹോർലിക്സും കൂടെ ചേർത്ത് കൊടുത്തൂടെ? എന്താടി കൊടുത്ത? അമ്മയ്ക്ക് കൊടുക്കാൻ എന്താ പ്രയാസം? അച്ഛൻ കൊണ്ടുവരുന്ന കാശല്ലേ. കാശിന്റെ കണക്കൊന്നും നീ പറയണ്ട. നീ ഒന്നും ഈ വീട്ടിൽ കൊണ്ടൊന്നും തരുന്നില്ലല്ലോ. ഓ, എന്റെ ചെലവിനുള്ള കാശ് ഞാൻ തരണമെന്നായി അല്ലേ? 5 പൈസയുടെ വരുമാനമില്ലാത്ത ഇവിടെ വരുത്തി വെക്കുന്ന ചെലവിനെ പറ്റി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഒരു ഗർഭത്തിന്റെ പേരിൽ ഇവൾക്ക് വേണ്ടി എത്ര രൂപയാ ചെലവാക്കുന്നത്? എന്നെ കൊണ്ടൊന്നും ഒരാപത്ത് വന്നാ കാശ് ചെലവാക്കും. ഇതാണല്ലേ ആപത്ത്? അപാര തൊലിക്കട്ടി തന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവള് പറയുന്ന മോള് കാര്യാക്കണ്ട. കുടിക്ക്. എന്താടി മിഴിച്ചിരിക്കുന്നെ? എടുത്തു കുടിക്കണേ. നിന്റെ കൊച്ചൊന്ന് കൊഴുക്കട്ടെ. പട്ടിയും പൂച്ചയും പെറ്റു കൊച്ചുങ്ങളെ കളയുന്നത് പോലെയുള്ളൂ നിന്റെ പ്രസവം. രേവതി. അതെ, രേവതി തന്നെ. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവള് ചെയ്യാൻ പോകുന്നതല്ലേ ഞാൻ പറഞ്ഞോളൂ. എവിടെയെങ്കിലും ചെന്ന് വയറൊഴിഞ്ഞ് വരാനല്ലേ ഇവളിതും താങ്ങി നടക്കുന്നത്. പട്ടിയുടെയും പൂച്ചയുടെയും പ്രസവത്തിൽ കവിഞ്ഞ് ഒന്നുമില്ലടി നിന്റെ പ്രസവത്തിനും. അതിനെ വേറെ ആരെങ്കിലും തൂക്കിയെടുത്തോണ്ട് പോവും. ആയുസുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും വീട്ടിൽ വളരും. നീ കൊതിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോളെ കുടിക്ക്. നീ എന്താ ജയന്തി ഒരു സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് വിശ്വേട്ടനോട് പറഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. എനിക്ക് മനസ്സ് തുറക്കാൻ ഏട്ടനല്ലേ ഉള്ളൂ. നീ പറ. നിന്റെ ഏത് പ്രശ്നം പരിഹരിച്ചിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ തോന്നിയൊരാഗ്രഹ. എന്താന്ന് വെച്ചാ തുറന്നു പറ. ഏട്ടാ, എനിക്ക് അർച്ചനയെ ഒന്ന് കാണണം. എന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്ന പെണ്ണല്ലേ. ഞാൻ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? നീ അവളെ കാണാൻ പോകുന്നത് ശരിയല്ല ജയന്തി. ഏട്ടാ, അത് നീ അവളെ കാണാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സുധിക്കൊരു ഭാര്യയുണ്ട്. നീ അത് ചെയ്ത അവളോടുള്ള കടുത്ത വഞ്ചനയാവും. അല്ലെന്ന് ജയന്തിക്ക് തോന്നുന്നുണ്ടോ? ഒരർത്ഥത്തിൽ ഏട്ടൻ പറയുന്നത് ശരിയാ. ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും അതാണ് ശരി. നിന്റെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നീ ഇപ്പൊ ഇങ്ങനൊരു സാഹസത്തിന് ശ്രമിക്കരുത്. ഏട്ടനൊന്ന് അവളെ പോയി കാണുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ?
നിനക്ക് വേണ്ടി ഞാൻ അവളെ പോയി കാണാൻ ജയന്തി. അത് വേണം ഏട്ടാ. ഏതോ കാടിന്റെ നടുവിലെ മലയിലാണ് അവളുള്ളത്. ഈ സമയത്ത് നല്ല പരിചരണം കിട്ടേണ്ടതല്ലേ? അമ്മയുടെ ആരോഗ്യമല്ലേ കുഞ്ഞിന്റെ ആരോഗ്യം. എന്താണ് അവളുടെ സ്ഥിതിയെന്ന് നേരിട്ട് കണ്ടാലേ അറിയൂ. ആ രാജപ്പൻ പറയുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാളുടെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. നീ വിഷമിക്കണ്ട ജയന്തി, ഞാൻ പോയിട്ട് വരാം. അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ കാണിക്കാൻ പറയണം. മാസം തോറുമുള്ള ചെക്കപ്പിന് മുടക്കം വരാതെ നോക്കുകയും വേണം. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. പ്രസവം വരെ നമ്മുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന കരുതൽ നമുക്കുണ്ടാവണം. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നാളെ തന്നെ ഞാൻ പോവാം. ഏട്ടനെ തിരക്കിനിടയിൽ വിളിച്ചു വരുത്തി ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ലോ. ഒരു ദിവസമെങ്കിലും നിന്നെ കാണാതിരുന്നാലോ വിളിക്കാതിരുന്നാലോ എനിക്ക് സമാധാനമില്ല ജയന്തി. നിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ സാധിച്ചു തന്നിട്ടില്ലേ? ഈ ഏട്ടന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ശരി, ഇനി റോസ്മലയിൽ പോയി വന്നിട്ട് കാണാം. ജയന്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഞാനതിനെ നിസ്സാരമായി കാണാൻ ശ്രമിക്കുന്നത് അവളെ കൂടുതൽ ടെൻഷനിലേക്ക് വലിച്ചെടുക്കണ്ടെന്ന് കരുതിയിട്ടാ. അവൾക്കത് ഉണ്ടാവാതിരിക്കൂ. അർച്ചനയുടെ പ്രശ്നം വന്നപ്പോൾ അവസാന നിമിഷങ്ങളിൽ മനസ്സുകൊണ്ട് അവൾ സുധിയുടെ പക്ഷത്തായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ കൂടെ നിൽക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന് അവൾ കരുതി. ഒരു പ്രായശ്ചിത്തം പോലെ സുധിക്ക് നിരഞ്ജനയ്ക്കും എത്രയും പെട്ടെന്നൊരു കുഞ്ഞെന്ന മോഹവുമായി അവൾ നിരഞ്ജനെ സമീപിച്ചത്. അതുടനൊന്നും നടക്കുന്ന പ്രതീക്ഷ ഇപ്പം ജയന്തിക്കില്ല. അപ്പോൾ എന്നോട് ഈ കാര്യം പറഞ്ഞതിൽ അതിശയമുണ്ടോ? ആഘോഷം നടക്കില്ല എന്നറിഞ്ഞത് മുതൽ നമ്മളിൽ ഒരാൾ അവിടെ ചെന്ന് അർച്ചനയെ കാണണമെന്ന് ഞാനും കരുതിയതാ. അതെ, രാജപ്പൻ വന്ന് പറയുന്ന കാര്യങ്ങളെ നമുക്കറിയൂ. നമ്മുടെ കണ്ണ് അവിടെ ഉണ്ടെന്ന് രാജപ്പന് മനസ്സിലാക്കി കൊടുക്കണം. രാജപ്പൻ അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല. അന്നവൻ നമ്മുടെ മുന്നിൽ വന്നു നിന്നത് ഓർക്കുന്നില്ലേ? കുഞ്ഞ് കൈവിട്ടു പോയാൽ പിന്നെ ജയന്തിയെ നേരിടാൻ അളിയനോ എനിക്കോ കഴിയില്ല. പിന്നൊരു പൊട്ടിത്തെറിക്കലാവും. ഉള്ളിലടക്കി വെച്ച സങ്കടങ്ങളൊക്കെ പുറത്തു ചാടും. നമ്മൾ വളരെ സൂക്ഷിച്ച് നീങ്ങേണ്ട സമയമേ ഇനി അങ്ങോട്ട്. ഒന്നും രണ്ടുമല്ല, 7 മാസം നമുക്കൊരു വെല്ലുവിളിയാണ്. കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണെന്ന് രാജപ്പന്റെ മുന്നിൽ വരുത്തി തീർക്കണം. കുഞ്ഞിന്റെ കാര്യത്തിൽ നല്ലൊരു തുക രാജപ്പൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്താ സംശയം? നടരാജൻ അവനൊന്ന് മോഹിപ്പിച്ച് നിർത്ത്. ഇനി എല്ലാം വരും പോലെ. ചിറ്റപ്പം വന്നോ മോളെ? വന്നിട്ടുണ്ട്. രാത്രി നാട്ടുകാരുടെ കൂടെയുള്ള കള്ളുകൂടി നിർത്തിയിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ വായിന്ന് വല്ലതും വീഴുവെന്ന് പേടിച്ചിട്ടാ. പേടിച്ചല്ലേ പറ്റൂ. നിന്നെ തള്ളിക്കളയില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ചിറ്റപ്പൻ ചെയ്യുന്ന സഹായങ്ങള് ഞാൻ ഒരിക്കലും മറക്കില്ല കുഞ്ഞമ്മേ. ഒരു വിധത്തിലാ SP പിടിച്ചു നിർത്തിയത്. കുഞ്ഞിന്റെ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട. കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് അന്യർക്കല്ലല്ലോ, സുധിയുടെ അച്ഛന്റെ കയ്യിലല്ലേ. സ്വന്തം മകന്റെ കുഞ്ഞിനോട് ക്രൂരത കാട്ടാൻ എന്തായാലും അയാൾക്ക് കഴിയില്ല. അതേ മോളെ, അയാളുടെ മകന്റെ ചോരയല്ലേ. നമ്മൾ കരുതുന്ന പോലെ കുഞ്ഞിനെ അവരേതെങ്കിലും അനാഥാലയത്തിന് കൈമാറും. ആരെങ്കിലും അതിനെ ദത്തെടുക്കുകയും ചെയ്യും. പിന്നെ ദത്തെടുക്കാൻ വരുന്നവർ സാധാരണക്കാരാവില്ല, നല്ല കാശുകാരായിരിക്കും. നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സുഖവും സൗകര്യവും ആ കുഞ്ഞിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല നിലയിൽ തന്നെ അത് വളരും. ഇല്ല കുഞ്ഞമ്മേ, സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും ആവില്ല. സുധിയുടെ വീട്ടുകാർ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഏതേലും ഓഫനേജിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും അവര് തന്നെ നോക്കും. സുധിയൊന്നും അറിയാതിരുന്നാ പോരെ. പണക്കാർ എത്രയോ അനാഥ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തുന്നു. മറ്റുള്ളവരോട് അങ്ങനെ പറഞ്ഞാ പോരെ? ഒന്നാലോചിച്ചാൽ നീ പറയുന്നത് ശരി തന്നെയാ. കുഞ്ഞു കൈവിട്ടു പോകാതിരിക്കാൻ അവര് നോക്കും. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. എനിക്കത് മാത്രം മതി. എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയില്ല എന്നുള്ള സങ്കടം മാത്രമല്ലേ ഉള്ളൂ. ഞാനത് സഹിച്ചോളാം. എന്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടിയ അതിൽ കവിഞ്ഞൊരു സന്തോഷം എനിക്കില്ല കുഞ്ഞമ്മേ. നിനക്കും ഒരു നല്ല കാലം ഉണ്ടാവും മോളെ.
പ്രസവം കഴിഞ്ഞ് നീ വരുമ്പോൾ ആഗ്രഹിച്ചതുപോലെ ജോലിയും നിനക്ക് കിട്ടും. ഹലോ, ഡ്രൈവർ രാജപ്പനല്ലേ? അതെ. ഞാൻ അഡ്വക്കേറ്റ് നടരാജനാ. ആ, എന്താ സാറേ? രാജപ്പൻ ഇപ്പം എവിടെ ഉണ്ട്? ഞാൻ വീട്ടിലാ സാറേ. എന്താ സാറേ, നാളെ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ നാളെ രാവിലെ രാജപ്പൻ്റെ വീട് വരെ വരുന്നുണ്ട്. എന്താ സാറേ? വേറെ വിശേഷമൊന്നുമില്ലടോ. പെണ്ണിനെ എനിക്കൊന്ന് കാണണം. ഞാൻ തനിച്ചേ ഉള്ളൂ. ശരി സാറേ. അപ്പോൾ രാവിലെ കാണാം. വക്കീലിന്റെ വരവിലെന്തോ ഉദ്ദേശമുണ്ടല്ലോ. ആ, വന്നിട്ട് പോട്ടെ. ശ്യാമളെ, എന്താ വിളിച്ചേ? SP-യുടെ അളിയെ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇതാ ഇപ്പൊ എവിടെയൊന്നു. അതെന്തിനാ? ഞാനൊരു വാക്ക് പറഞ്ഞ് അതും വിശ്വസിച്ച് അവരവിടെ ഇരിക്കും നിങ്ങൾ കരുതി? എടി, അവരൊക്കെ ബുദ്ധിയുള്ളവരാ. ഇവള് ഗർഭിണിയാണെന്ന് ഞാൻ ചെന്ന് പറഞ്ഞാൽ കാശ് തട്ടാനുള്ള അടവാണെന്ന് അവർ ചിന്തിക്കൂ. ഇവളെ കണ്ട് ബോധ്യപ്പെടാൻ അയാൾ വരുന്നത്. SP വരുന്നുണ്ടോ? കേട്ടിട്ട് എനിക്ക് ശരീരം വിറയ്ക്കുക. പറഞ്ഞില്ലേടി, സുധിയുടെ അമ്മാവനാ വരുന്നത്, അഡ്വക്കേറ്റ് നടരാജൻ. SP-യേക്കാൾ വിഷമൂറ്റിയ ഇനമായാള്. SP കൊല്ലും തിന്നുന്നൊക്കെ പറയേ ഉള്ളൂ, പക്ഷെ ഇയാള് കൊല്ലുന്നതും തിന്നുന്നതും ആരും അറിയില്ല. ഇനി അങ്ങോട്ട് അവരുടെ പിടിയില്ല നമ്മള്. കൊച്ചിനെ കൊടുക്കാന്ന് പറഞ്ഞില്ല, പിന്നെന്താ? ഈ വരവിന് വേറെന്തോ ലക്ഷ്യമുണ്ട്, അത് ഉറപ്പാ. കൂടെ കൊണ്ടുപോകാനാ പരിപാടിയെങ്കിൽ നീ സമ്മതിച്ചേക്കരുത്. ആ നിന്റെ ജീവൻ ആപത്താ. ഞാൻ സമ്മതിക്കില്ല. അവരെ ഒന്നും വിശ്വസിക്കാൻ കൂടില്ല. സുധിയുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാ അവരെ നെട്ടോട്ട് ഓടുന്നത്. പക്ഷെ നമ്മുടെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ കൂടെ പോയില്ല. മോളെ, നേരം വെളുത്തൊന്നും നീ അറിഞ്ഞില്ലേ? ചായ കുടിക്കും. അമ്പിളി പോയിട്ടൊന്ന് കിടന്നതാ, ഒരു തലച്ചുറ്റൽ പോലെ തോന്നി. ആ വക്കീൽ ഇപ്പൊ വരും. ചിറ്റപ്പം നോക്കി നിൽക്കുക. വരട്ടെ. കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വരുത്തണം. അവര് പറയുന്ന ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റില്ല. പ്രസവത്തിന്റെ കാര്യമാണോ നീ പറയുന്നത്? അതെ, ഡോക്ടർ ഹിമ വാസുദേവിന്റെ ഹോസ്പിറ്റലിൽ മതി പ്രസവം. ഇനി മറ്റൊരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരിക്കാൻ കഴിയാഞ്ഞിട്ടാ കുഞ്ഞമ്മ. നീ സംസാരിച്ചു നോക്ക്. ശ്യാമളെ, അയാള് വന്നെന്നാ തോന്നുന്നത്. നീ ഒന്ന് വേഷം മാറി നിൽക്ക്. ആ, കേറി വരണം സാറേ. വരണം. ഇതാണോ അർച്ചന? ഇതിന്റെ മൂത്ത മോള സാറേ, രേവതി എന്ന പേര്. ഇതിന്റെ കെട്ടിയോള് ശ്യാമള. സാറിരുന്നാട്ടെ. ഈ സ്ഥലത്തെക്കുറിച്ച് സാറിനിപ്പോ ഒരു ബോധ്യം വന്നല്ലോ. നിങ്ങൾക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചു. ഇതുപോലൊരു സ്ഥലം തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ഒരിക്കൽ അവൾ രക്ഷപ്പെടാൻ നോക്കിയ വിവരം സാറിനറിയാലോ. സ്ഥലം ഇതായതുകൊണ്ടാ അവൾ കൈവിട്ട് പോകാതിരുന്നത്. അത് രാജപ്പന്റെ മിടുക്ക് തന്നെ. നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി, ഞാൻ നിങ്ങളെ ചതിക്കില്ല. മോള് പഠിക്കുകയാണോ? പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുക സാറേ. ഇനിയിപ്പോ കെട്ടിച്ചു വിടണം. താനൊരു പയ്യനെ കണ്ടെത്തിക്കാം. ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം. അർച്ചനെ ഒന്ന് വിളിക്കേ. ചിത്തു വിളിക്കടി. രാജപ്പന്
ഇനിയൊരു മോളും കൂടെ ഇല്ലേ? ഉണ്ട്. അവൾ പഠിക്കാൻ മിടിക്കുക സാറേ. ഈ മലയിൽ വന്ന് അവളുടെ ഭാവി പോയി. ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ ആര്യങ്കാവിൽ പോയിരിക്കുക. ഉം. നിന്നെ കാണാനാ സാറ് വന്നത്. അർച്ചനയോട് എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരും. നീ ചെല്ല്. പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഞാൻ സുധിയുടെ അമ്മാവനാണ്. സുധി പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട് നടരാജമാമയെ പറ്റി. ശബരിയുടെ അച്ഛൻ. ശബരി അർച്ചനയ്ക്കറിയോ? സുധിയുടെ എല്ലാവരെയും എനിക്കറിയാം, ഓരോരുത്തരുടെയും സ്വഭാവം ഉൾപ്പെടെ. എന്താ സാർ ഇപ്പൊ കാണാൻ വന്നത്? അതിനു മാത്രം ഞാനും സുധിയും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ലല്ലോ. മുമ്പും അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം നിങ്ങളെയൊക്കെ. അതുകൊണ്ട് തന്നെ സുധിയെ ഞാനൊരു നല്ല സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊന്നും സുധിയുടെ ബന്ധുക്കളോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. എങ്കിൽ ഞങ്ങൾക്ക് ഈ മലയിലേക്ക് വരേണ്ടി വരില്ലായിരുന്നു. അർച്ചന പറയൂ, അത് കേൾക്കാൻ തന്നെ ഞാൻ വന്നത്. വൈകിപ്പോയില്ലേ സർ? സാറിന്റെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞാൽ മതി. വരാതിരിക്കാൻ കഴിയുന്ന വിശേഷങ്ങളല്ലല്ലോ കേൾക്കുന്നത്. സാർ എന്ത് വിശേഷമാണ് കേട്ടത്? ഞാൻ പ്രഗ്നന്റ് ആണെന്നോ? അപ്പോ അത് സത്യമല്ലേ? ഞാൻ പ്രഗ്നന്റ് ആയ അത് നിങ്ങളെ ബാധിക്കുന്ന എങ്ങനെയാ? എന്റെ കുഞ്ഞ് സുധിയുടേതാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും?